പവർ ടീം ഇനി ആർക്കും ഈ ആഴ്ച നോമിനേഷൻ ഫ്രീയോ? വിശദമായി നമുക്ക് നോക്കാം. അതിനു മുന്നേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അങ്ങനെ പവർ ടീമിലേക്ക് കടക്കാനുള്ള ചലഞ്ച് 2 കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ചലഞ്ച് 2 കഴിഞ്ഞപ്പോഴത്തേക്കിനും മൂന്ന് ടീമും ഒരേ പോയിൻ്റായിട്ട് നിൽക്കുകയാണ്. 3 ടീമിൽ നെസ്റ്റിന്, ഡെന്നിന്, ടണല്, അങ്ങനെ 3 ടീമിന് 2 പോയിൻ്റ് വീതം ഒരുപോലെ നിൽക്കുകയാണ്. അപ്പോൾ ബിഗ് ബോസ് ആ തീരുമാനം ആര് തനിക്കെതിരെ കളിക്കണം എന്നുള്ള തീരുമാനം എടുക്കാൻ നമ്മുടെ ജിൻഡോയെ ഏൽപ്പിച്ചു, അതായത് പവർ ടീമിനെ ഏൽപ്പിച്ചു. അങ്ങനെ ജിൻഡോയും റസ്മിനും ടോട്ടലി നോക്കിയപ്പോൾ നോമിനേഷന് വന്നിട്ടില്ലാത്തവർ, നോമിനേഷൻ പോകാൻ സാധ്യതയുള്ളവർ, നോമിനേഷൻ, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ അവർക്ക് എതിരായിട്ട് നിൽക്കാൻ പറ്റുന്ന എതിരാളിയെയൊക്കെ നോക്കി നെക്സ്റ്റ് ടീമിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതെ, അങ്ങനെ മൂന്നാമത്തെ ചലഞ്ചിലേക്ക് മത്സരിക്കാൻ പോകുന്നത് നെക്സ്റ്റ് ടീമാണ്. പവർ ടീമിൽ ജിൻഡോ കൊണ്ടുവന്നിരിക്കുന്ന ചില റൂൾസ് ഒഴികെ ബാക്കി എല്ലാ റൂൾസും നല്ലതാണ്. ചില കാര്യങ്ങൾ ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നല്ലതായിട്ട് തന്നെയാണ് പോകുന്നത്. പറയുന്ന കാര്യങ്ങളൊന്നും മറ്റുള്ളവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല, അതാണ് പ്രശ്നം. എന്താണെന്ന് വെച്ചാൽ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എല്ലാവരും ഒരേപോലെയുള്ള കണ്ടസ്റ്റൻസ് ആണ്. അപ്പോൾ അവർ ചിലവർക്കൊരു അധികാരം, ചിലവർക്കൊരു അധികാരമില്ലായ്മ, ഇങ്ങനെയൊക്കെ വരുന്നത് തന്നെ തമ്മിലൊരു പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാകും. ശരിക്കും പറഞ്ഞാൽ ഒരു ബിഗ് ബോസിന് ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്നതിൽ ആകപ്പാടെ കണ്ടൻറ്റ് കിട്ടുന്നത് ആ ഒരു കാര്യത്തിന് മാത്രമേ ഉള്ളൂ. കണ്ടൻറ്റ് കിട്ടാൻ ബിഗ് ബോസ് തന്നെ ചെയ്യുന്ന ഒരു പരിപാടിയായിട്ട് വേണം നമുക്ക് ഇതിനെ പറയാം. ഇപ്പോൾ ബിഗ് ബോസ് ആണ് നമുക്ക് കണ്ടൻറ്റുകൾ ഉണ്ടാക്കി തന്നുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ കണ്ടസ്റ്റൻസ് അല്ല. ഈ ഒരു പവർ ടീം കാരണം തന്നെ ഒരുപാട് കണ്ടൻറ്റുകൾ ഇപ്പോൾ വരുന്നുണ്ട്. ഈ ആഴ്ച നോമിനേഷൻ ഇല്ല. ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈസ്റ്റർ പ്രമാണിച്ച് ഒരു പക്ഷേ ഈ ആഴ്ച എവിക്ഷൻ ഉണ്ടാകത്തില്ലെന്ന്. പക്ഷേ ഈ ആഴ്ച വന്നിരിക്കുന്ന നോമിനേഷനെ ബിഗ് ബോസ് അസാധുവാക്കിയിരിക്കുകയാണ്. ഈ ആഴ്ച നോമിനേറ്റ് ചെയ്തപ്പോൾ സാധാരണ എവിക്ഷൻ ഇല്ലെങ്കിൽ ഇതേ നോമിനേഷൻ തന്നെ അടുത്ത ആഴ്ചയിലേക്ക് കടന്നു പോവുകയും വോട്ടിങ്ങും അതേപോലെ പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു പ്രാവശ്യം വോട്ടിങ് നിർത്തി വെച്ചിരിക്കുകയാണ്. നോമിനേഷൻ അടുത്ത ആഴ്ച പുതിയ നോമിനേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഈ നോമിനേഷൻ ഒരിക്കലും മുമ്പോട്ട് പോവില്ല. ഇത് അറിഞ്ഞതിൽ പിന്നെയാണെന്ന് തോന്നുന്നു ജാൻമണിക്ക് ഒരിച്ചിരി ആശ്വാസം വന്നത്, ഒരിച്ചിരി സമാധാനം. ഇപ്പോൾ ഇച്ചിരി ആക്റ്റീവായിട്ടാണ് അത് നടക്കുന്നത്. ഏതായാലും പുതിയ പവർ ടീമിലോട്ടുള്ള എടുക്കുന്നതിനുള്ള പുതിയ ടാസ്ക് വരും, പുതിയ ചലഞ്ച് വരും. അതിൻ്റെ വിശേഷങ്ങളും എന്തൊക്കെയാണെന്നും ഒക്കെ നമുക്ക് നോക്കാം. പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങളുടെ സ്വന്തം വിറ്റ്. ബൈ.